ഹായ് ഫ്രണ്ട്സ്, എന്താ പാട്? എല്ലാവർക്കും സുഖമല്ലേ? ഇതെന്താ ചങ്ങായി വലിയൊരു ബോക്സൊക്കെ ആയിട്ട് വന്ന് കയറിക്കണ്ട. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്ത് ഇത്രയും വലിയ ബോക്സിലാണ്? ഇതൊന്ന് ബോക്സ്, ഈ ബോക്സ് ഒന്ന് പൊളിച്ചു വെക്കാം. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ചില ആൾക്കാർ, അധികം ആൾക്കാരും എടുക്കുന്ന വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കും, അത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യും. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മൊബൈലിൽ എടുക്കുന്നുണ്ടാവും, അത് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ അടക്കട്ടെ. നിങ്ങൾ എടുക്കുന്ന വീഡിയോ, ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്നവരൊക്കെ എടുക്കുന്ന വീഡിയോ, ഏത് വീഡിയോ ആയാലും അത് സ്റ്റെബിലൈസ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ ഇതുപോലൊരു സാധനം ആവശ്യമാണ്, ഗിംബൽ. അപ്പോൾ ഓരോരുത്തർ വിചാരിക്കും ഗിംബൽ എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര പൈസ സാധനമാണ്. എന്നാൽ നമുക്ക് ബഡ്ജറ്റ് പ്രൈസിൽ ഒരുപാട് ഗിംബലുകൾ വാങ്ങുന്നുണ്ട്. അതുപോലുള്ള ഒരു ബഡ്ജറ്റ് പ്രൈസ് ഗിംബലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്ന ഡിജിടെക്. ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൽ എന്തെല്ലാം ഉള്ളത് നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളത് നോക്കാം. ആദ്യം ഇതൊന്ന് പൊളിക്കട്ടെ, സൈഡ് പൊളിച്ച്, എന്നിട്ട് ഇത് മെല്ലെ എടുക്കുക. ഒരു കിടിലൻ ബോക്സ് ആദ്യം കിട്ടിയത്. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണല്ലോ നോക്ക്, എന്തൊക്കെ വീട്ടിൽ ഒന്നാ താഴെ പോയിക്കാം. എന്നായത് ഒരു സ്റ്റിക്കർ ഉണ്ട്, ഇതിലൊരു QR കോഡ് ഉണ്ട്, അതതിൽ തന്നെ കേട്ടെ. പിന്നെ എന്തായത്, ഇതിൽ ചെറിയ ഇതിൽ എന്തെല്ലോ എഴുതിയിട്ടുണ്ട്, ആമസോണിൻ്റെ എന്തോ ഉണ്ട്, ടാക്സ് ഇൻവോയ്സ് ബില്ല് എന്തോ വാറണ്ടിക്കാത്ത ഞാൻ അതും അടക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കാർട്ടുണ്ട്, അതും ഇതിലിരിക്കട്ടെ. അതൊരു ഇൻസ്ട്രക്ഷൻ കാർഡ്. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്, തീർത്ത് ഇംഗ്ലീഷിലാണ് എഴുതി വെച്ച് ഇരുത്താണ്, അതും അതിൻ്റെ ഉള്ളിൽ വെക്കാം. നമുക്ക് ഈ ബോക്സിന് ഇങ്ങോട്ടാണ് വെക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം, ഇതിലെന്താണ് തുറക്കണ്ടി. ഒരു ട്രൈപോഡ് ഉണ്ട്, ചെറിയൊരു ട്രൈപോഡ്, ഒരു കുഞ്ഞൻ ട്രൈപോഡ്, നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് ട്രൈപോഡാണ്. നമുക്ക് ഇതോടെ വെക്കാം. പിന്നെ ഉള്ളത് ഒരു പട്ട ഉണ്ട്, എന്തൊരു പട്ട, ഇത് നല്ല നീളമൊക്കെ ഉണ്ട് ഇതിന്. ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നതിൽ ഇങ്ങനെ ഈ സാധനം കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇല്ലതായി, അതായിരിക്കും. തൽക്കാലം ഇത് നമുക്ക് വേണ്ട, ഇവിടെ വെക്കട്ടെ. പിന്നെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട് കേട്ടോ, നോർമൽ ടൈപ്പ് ചാർജിങ് കേബിളാണ്, USB കേബിൾ, അതും അടക്കട്ടെ. പിന്നെ ഒരു സാധനങ്ങളുണ്ട്, ഇത് നമുക്ക് ഇങ്ങനെ ഹാൻഡ് ചെയ്യാനുള്ള സാധനം, അതും അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളെ പ്രധാനപ്പെട്ട മാസ്റ്റർ പീസ് സാധനം ഇതാണ്, ഗിംബൽ. അത് എന്താ ചെയ്യുക, എടുത്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല അടിപൊളി ബോക്സ് ആട്ടോ, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, ക്വാളിറ്റി പേജ്. തുറക്കട്ടെ. തുറന്നാൽ ഇതാണ് സാധനം. നല്ലൊരു ഗ്ലോസി ഫിനിഷുള്ള സാധനമാണ്. ഈ ബ്ലാക്കും അല്ല ഗ്രേയും അല്ലാത്തൊരു കളറായിരുന്നു. ഇങ്ങനെ നമ്മൾ പേര് പറയാ, ഗ്രേക്ക് എന്ന് പറയാം, ബ്ലാക്കും ഗ്രേയും അല്ലാത്തത്. ഇതുമിൽ എന്തൊക്കെയുള്ളത് അതും നോക്കാം. ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്, ഇത് ലോങ് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഓണാക്കി ഓഫാക്കി ചെയ്യുക. പിന്നെ ഒരു മോഡ് ബട്ടൺ ഉണ്ട്, പിന്നെ ജോയ് സ്റ്റിക്ക് പോലെ ഒരു ബട്ടൺ, ഇത് മേലോട്ട് താഴോട്ടൊക്കെ നമുക്കിത് ഇതിൻ്റെ പൊസിഷനൊക്കെ മാറ്റുന്നതാണ്. പിന്നെ സൈഡിലേക്ക് വന്നാൽ ഇവിടെ സൂം ഔട്ട് സൂം ഇന്നിന് ഒരു ബട്ടൺ കൊടുത്തേക്ക്. പിന്നെ ഈ സൈഡിൽ ഇതൊന്ന് തുറന്നാൽ ഇവിടെ USB പോർട്ടുണ്ട്, ചാർജിങ് പോർട്ടുണ്ട്, അതൊക്കെ ആ സൈഡിലുണ്ട്. പിന്നെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ക്യാമറ ബട്ടൺ. നമുക്കിങ്ങനെ ഹാൻഡ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലൊക്കെ അടിപൊളിയാണ്. ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു എംബ്ലോക്ക് ഉണ്ട് കേട്ടോ, ഡിജിടെക്കിൻ്റെ അടിപൊളി. ഇനി നമുക്കിതൊന്ന് ഓണാക്കാം. ആദ്യം ട്രൈപോഡ് നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യും. ഇതിങ്ങനെ തിരിച്ച് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് ഇനി നമുക്കിതിവിടെ വെച്ചിട്ട് ഇതൊന്ന് ഓണാക്കുക. ഓണാക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം നമ്മൾ മൊബൈൽ ഫിക്സ് ചെയ്യുക, അതിന് ശേഷം ഓണാക്കുക. മൊബൈൽ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിത് ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം
ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ കറക്റ്റാക്കി വെക്കണം. അതിന് ഇവിടെയുള്ള ഈ നോബ് ഒന്ന് ലൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പൊസിഷൻ കറക്റ്റാക്കി അത് ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് പവർ ബട്ടൺ ഓൺ ചെയ്യാം. ഇതൊന്ന് ലോങ് പ്രസ് ചെയ്യാം. അയ്യോ, ഓണായി. ഇനി നമുക്കിതൊന്ന് എടുക്കാം. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഗിംബൽ പ്രോ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുമായിട്ട് ഈ ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ട്രാക്കിംഗ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റിയും കിട്ടും. പിന്നെ വളരെ എളുപ്പത്തിൽ സ്റ്റെബിലൈസ് ചെയ്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. സിമ്പിളായിട്ട് ആർക്കും യൂസ് ചെയ്യുകയും ചെയ്യാം. കുഴപ്പമില്ലാത്തൊരു സാധനമാണ് ഡിജിടെക്. ഇനി നമുക്ക് ഇതിലെടുത്ത കുറച്ച് വിഷ്വൽസ് ഒന്ന് കാണാം. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞല്ലോ, 5499 രൂപയാണ് എനിക്ക് ടോട്ടൽ പ്രൈസ് വന്നത്, ഡെലിവറി ചാർജ് അടക്കം. അപ്പം അതേ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാനാവും. ചിലപ്പം ഓഫറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. എന്നാലും ഒരു ബഡ്ജറ്റ് പ്രൈസിലുള്ള നല്ലൊരു ഗിംബലായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിട്ട് വാങ്ങിയത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒന്ന് വാങ്ങാൻ എനിക്ക് അഭിപ്രായം അറിയിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്കും കൊടുക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.